സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വമ്പൻ ട്വിസ്റ്റുമായിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് വരാൻ പോകുന്നത്. എന്തായാലും ഈ നന്ദനയാണെങ്കിൽ ഋഷിയോ ഇസബല്ലയോ തട്ടിക്കൊണ്ട് പോയിട്ടില്ല. മൂന്നാമതൊരാളാണ് ഈ നന്ദനെ കാണാതായതിൻ്റെ പിന്നിൽ. അതാർക്കും അറിയുമില്ല. എന്തായാലും അത് ആരാന്ന് വെളിപ്പെടുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ മുരളിയുടെ വീട്ടിൽ ചെന്നിട്ട് ഒരുപാട് പ്രാവശ്യം മുരളിയോട് ചോദിക്കുന്നുണ്ട് നന്ദന എവിടെയാണെന്ന് മുരളിക്ക് അറിയുമെന്ന്. ആ സമയത്തെല്ലാം മുരളി പറയുന്നുണ്ട്, ഇല്ല പ്രഭയാൻറ്റി, എനിക്ക് നന്ദനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതുമാത്രമല്ല, കുറേ നാളായിട്ട് നന്ദന എന്നോട് അത്ര വലിയ കൂട്ടൊന്നും കാണിക്കാറില്ല. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ജസ്റ്റ് ഒന്ന് മിണ്ടുള്ളൂ എന്ന്. അങ്ങനെ നന്ദൻ്റെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു വിവരം കിട്ടാതെ തന്നെ പ്രഭാവതി തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. വീട്ടിൽ വന്നതും നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ ചന്ദ്രോത്ത് വരുന്ന സമയത്ത് ഗിരീഷിനും വരുന്നുണ്ട്. ഗിരീഷ് പ്രഭാവതിയെ കണ്ടതും മേഡം അങ്ങനെ സങ്കടപ്പെടല്ലേ, സമാധാനമായിട്ടിരിക്കുന്നു പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ഗിരീഷ് നീ പറയണേ? എല്ലാവരും എന്നോട് പറയുന്നുണ്ട് സങ്കടപ്പെടേണ്ട, സമാധാനമായിട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും? എൻ്റെ മകനെയല്ലേ കാണാതായേക്കണേ. എന്നിട്ട് ഇതുവരെയും അവനെക്കുറിച്ച് ഒരു തുമ്പും കിട്ടിയിട്ടില്ല. അതുമാത്രമല്ല, നമ്മളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കുടുംബം. എന്നിട്ടും അന്വേഷണം അതിൻ്റേതായ രീതിക്ക് നടക്കണില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്താ പിന്നെ വിചാരിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ എണ്ണി പറക്കുന്ന സമയത്ത് ഗിരീശൻ സിദ്ധാർത്ഥനോടും ഹരിയങ്കളിനോടൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. മേഡം പറഞ്ഞ അതേ സംശയം എനിക്കുണ്ട് സാറേ. എന്തായാലും കാണാതായത് ഒരു MLAയുടെ ഭർത്താവിന്. എന്നിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതി ഇല്ല എന്ന് പറയുമ്പം എനിക്കെന്തോ അതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഇതിലെന്തൊക്കെയോ തിരിമറി നടക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പം ഹരിസാറ് പറയുന്നുണ്ട്, ഗിരീഷ് എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അന്വേഷണം ഉഴപ്പമെന്നാണോ എന്ന് ചോദിക്കുമ്പം ഞാൻ അങ്ങനെയൊന്നും അല്ല ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ പറയുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഞങ്ങൾക്കും നന്ദനെ കാണാത്തതിൽ വിഷമമുണ്ട്. പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അവനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, എന്നിട്ടാണോ ഇതുവരെയും അതിനെക്കുറിച്ചൊരു സൂചന പോലും കിട്ടാത്ത? എന്തായാലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടൂലേ? ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയണേ? രാവിലെ തന്നെ DYSP ടീമും വന്ന് തെളിവെടുപ്പൊക്കെ നടത്തിയിട്ട് പോയതല്ലേ, അവരന്വേഷിക്കട്ടെ. അവരുടെ അന്വേഷണത്തിൽ പുരോഗതിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കാമെന്ന് പറയുമ്പോൾ ഗിരീഷും പറയുന്നുണ്ട്, അയാളുടെ അന്വേഷണത്തിൽ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല. അന്ന് തന്നെ ഋഷിയെ കാണാതായപ്പം ദേവിക അയാളെ അന്വേഷണം ഏൽപ്പിച്ചതല്ലേ, എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടായോ? ഋഷി എവിടെയാണെന്ന് കണ്ടെത്തുമോ? അല്ല, ഇനിയിപ്പോൾ നന്ദൻ ഋഷിനെ കൊന്നൂന്ന് കണ്ടെത്തുമോ? ഒന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് അയാളുടെ കഴിവിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വേറെ ഏതെങ്കിലും ടീമിനെ അന്വേഷണം ഏൽപ്പിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എനിക്കും ഗിരീഷിൻ്റെ അഭിപ്രായം തന്നെയാണ്, വേറെ ആരെങ്കിലും നമുക്ക് അന്വേഷണം ഏൽപ്പിക്കാമെന്ന് പറയുമ്പം ഹരിയങ്കൾ പറയുന്നുണ്ട്, പ്രഭ എന്താ അറിഞ്ഞിട്ടാണ് പറയണത്? ഇത് കുറച്ച് പ്രശ്നമായിട്ടുള്ള കേസാണ്. ഇതങ്ങനെ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റിയ കാര്യമല്ല. നന്ദനിനി സ്വയം മാറി നിന്നതാണെങ്കിലോ അത് നമുക്ക് തന്നെ പ്രശ്നമായി വരുമെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇല്ല ഹരിയേട്ട, നന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അഥവാ അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടേ പോവുള്ളൂ എന്ന്. ആ സമയത്ത് ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട്, അപ്പം നന്ദൻ എല്ലാ കാര്യങ്ങളും പ്രഭയോട് പറയാറുണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുമ്പം ഉവ്വ, എല്ലാ കാര്യങ്ങളും എന്നോട് നന്ദൻ പറയാറുണ്ട്. എന്നാൽ പ്രഭ പറ, അന്ന് ഈ കൊലപാതകം നടന്ന സമയത്ത് നന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആരാന്ന്? അത് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ ആകെ പരിഭ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അത് നന്ദൻ പറഞ്ഞല്ലോ നന്ദൻ ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്തതെന്ന്. അത് ഞങ്ങളങ്ങനെ വിശ്വസിച്ചിട്ടൊന്നുമില്ല പ്രഭ. നന്ദൻ ഒരിക്കലും ഋഷിയെ പോലുള്ള ഒരാളെ സ്വയം കൊന്നു കുഴിച്ചിടാനുള്ള ശേഷിയൊന്നുമില്ല. അതുമാത്രമല്ല, നന്ദനൊരു ശുദ്ധഗതിക്കാരനായതുകൊണ്ട് തന്നെ ഒരു കൊലപാതകം നടന്നു എന്ന് അറിയുമ്പോൾ തന്നെ അവൻ തളർന്നു പോവും. പിന്നീട് ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കഴിവ് അവനക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും സത്യങ്ങളുണ്ടെങ്കിൽ അത് പ്രഭ തുറന്നു പറയാമെന്ന് പറയുമ്പം ഇല്ല ഹരിയേട്ട, വേറെ സത്യങ്ങളൊന്നുമില്ല, നന്ദൻ പറഞ്ഞത് തന്നെയാണ് സത്യം എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രഭാവതി പോയി കഴിഞ്ഞതും ഈ ഹരിയങ്ങളുടെ മനസ്സിലെ സംശയം ഒന്നും കൂടി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ദേവികയ്ക്കും സംശയമാവുന്നുണ്ട്. എന്നിട്ട് ദേവിക സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ആ DYSPക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ, നന്ദുവിൻ്റെ എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് അറിയാമല്ലോ എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, മോളൊന്ന് വിളിച്ചു നോക്ക്, അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് വിളിച്ചോളാന്ന്. അങ്ങനെ ദേവിക ഫോണെടുത്ത് ഈ DYSPക്ക് വിളിക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ കുരുവിള ഫോൺ എടുത്തതും ദേവികയാണെന്ന് കണ്ടിട്ട് MLA അല്ലോ വിളിക്കണേ, നന്ദൻ്റെ വിവരം അറിയാൻ വിളിക്കണേയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ കുരുവിളയാണെങ്കിൽ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതും എന്താ മേഡം എന്ന് ചോദിക്കുമ്പം എന്താ ഈ സാർ അന്വേഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല മേഡം, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എല്ലാ സ്റ്റേഷനിലേക്കും ഞങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മൾ മീഡിയാസിനെ ഒന്നും അറിയിച്ചുകൊണ്ട് അന്വേഷണം നടത്തണില്ലല്ലോ എന്ന് ചോദിക്കുമ്പം
ദേവിക പറയുന്നുണ്ട് അതൊന്നും വേണ്ട സാറേ, അല്ലാതെ ഉള്ളൊരു അന്വേഷണം മതി, അത് കൂടുതൽ പ്രശ്നമാകുമെന്ന് പറയുന്ന സമയത്ത് കുരുവിളയ്ക്കാണെങ്കിൽ അത് ആശ്വാസമാവുന്നുണ്ട്. കാരണം നന്ദനെ കാണാനില്ല എന്നും പറഞ്ഞ് പത്രത്തിലും ടി വിയിലൊക്കെ വന്നാൽ അത് വലിയ പ്രശ്നമാവുമെന്ന് കുരുവിളയ്ക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ കുരുവിള പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് നന്ദനെ കണ്ടെത്താൻ പറ്റും, അതിന് പറ്റിയ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പം ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് സൂചനയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഞങ്ങൾ ഉറപ്പിച്ചിട്ടില്ല മേഡം, ഉറപ്പിച്ചതിന് ശേഷം മേഡത്തോട് പറയാം. എന്തായാലും നിങ്ങൾ അന്വേഷണം ഉഴപ്പരുത്. ഇതിനു മുമ്പ് ഋഷിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ അത്ര ഇൻട്രസ്റ്റോട് കൂടിയല്ല അന്വേഷിച്ചത്, അതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിയിട്ടാണ്. ആ സമയത്ത് ഈ കുരുവിള വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നന്ദനെ എവിടെ പോയി അന്വേഷിക്കും, ഇസബല്ല കൊണ്ടുവന്നിട്ടില്ല, ഋഷിയും കൊണ്ടുവന്നിട്ടില്ല, ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരോ ഒരാൾ ഈ നന്ദനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്, ഇനി എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ദേവികയോട് പറയുന്നുണ്ട് മേഡം പേടിക്കാതിരിക്കുക, എത്രയും പെട്ടെന്ന് നന്ദനെ ഞങ്ങൾ കണ്ടെത്തുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് സാറ് അന്വേഷണത്തിൽ ഒരു പുരോഗതി കണ്ടെത്തണം, ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ടീമിനെ അന്വേഷണം ഏൽപ്പിക്കണമെന്ന് ചോദിക്കുമ്പം വേണ്ട മേഡം ഞാൻ തന്നെ അന്വേഷിച്ചതൊക്കെ കണ്ടെത്തിക്കോളാന്ന് പറയുന്നത്. അന്നേരം ദേവിക പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ എപ്പോഴും കരച്ചിലും പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തിയില്ലെങ്കിൽ അത് അമ്മയെ എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട് മേഡം സമാധാനമായിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് ഞങ്ങൾ നന്ദനെ കണ്ടെത്തിയിരിക്കും, അന്വേഷണത്തിൻ്റെ പുരോഗതിയൊക്കെ ഞാൻ മേഡത്തെ അപ്പപ്പോൾ വിളിച്ച് അറിയിച്ചോളാം എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അത് അപ്പപ്പോൾ വിളിച്ച് അറിയിക്കണം, പിന്നെ മേഡം നന്ദൻ അവിടെ വരുമോ, ഫോൺ ചെയ്യുമോ, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അത് ഞാൻ അപ്പം തന്നെ നിങ്ങളെ അറിയിച്ചോളാം, എന്തായാലും ഞാനിപ്പോൾ വയ്ക്കുക, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണമെന്ന്. അങ്ങനെ ഫോൺ വെച്ചതും ദേവിക സിദ്ധാർത്ഥൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ DYSPയെ വിളിച്ചിരുന്നു, അയാൾക്ക് ഇതുവരെ നന്ദനെക്കുറിച്ച് ഒരറിവും കിട്ടിയിട്ടില്ല എന്ന്. ആ സമയത്ത് ഗിരീഷ് പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അന്വേഷണം വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. അന്നേരം ദേവിക പറയുന്നുണ്ട് വേറൊരാളെയും ഞാൻ പോലീസിന് പകരമായിട്ട് അന്വേഷണം ഏൽപ്പിച്ചിട്ടുണ്ട്, അയാൾ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ എത്തും, അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലാതെ നന്ദൂരെ നമ്മൾ കണ്ടെത്തുന്നു. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് മോൾ ആരുടെ കാര്യം ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ തൽക്കാലം എനിക്ക് ആളെ പറയാൻ പറ്റില്ല, എന്തായാലും ആളെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല, നമുക്ക് വേണ്ടി ജീവൻ കളയാനും തയ്യാറുള്ള ഒരാളെ ഇങ്ങോട്ട് വരാൻ പോണേന്ന്. അന്നേരം സിദ്ധാർത്ഥനും ഈ ഗിരീഷിനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ടെങ്കിലും ദേവിക പറയുന്നത് ആരെയാണെന്ന് അവർക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട് മോളെ ആരെ ഏൽപ്പിച്ചേക്കണേന്ന് ചോദിക്കുമ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണില്ല, എന്തായാലും ആൾ വരട്ടെ, വന്നു കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ നന്ദുവിനെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിനെയാണ്. ചന്ദ്രമതിയാണെങ്കിൽ നന്ദനെ കാണാതായ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് നന്ദനെ സ്റ്റേഷനിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്നാണല്ലോ ദേവിക പറഞ്ഞ്, ഒന്ന് അവിടെ വരെ ഒന്ന് പോകാമെന്നും പറഞ്ഞ് ചന്ദ്രമതി റെഡിയായി കാറിൽ കയറി ചന്ദ്രോത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ചന്ദ്രോത്ത് വന്നതും അവിടെ ആരെയും കാണാതാവുമ്പം ഈ ചന്ദ്രമതി വിചാരിക്കുന്നുണ്ട് ഞാൻ വരുന്നതിന് മുമ്പ് നന്ദനൊക്കെ സ്റ്റേഷനിലേക്ക് പോയി കാണുമോ, എന്തായാലും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ബെല്ലടിച്ച് കഴിഞ്ഞതും പ്രഭാവതി വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. പ്രഭാവതിയെ കണ്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നന്ദൻ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം എന്ത് കാര്യങ്ങളാണ്, ഇന്ന് നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുന്നാലോ ദേവികയും സിദ്ധുവും പറഞ്ഞതെന്ന് പറയുമ്പം അതൊന്നും ഇനി നടക്കില്ല, അതെന്താ പ്രഭയെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല നന്ദനെ കാണാനില്ല എന്ന്. അത് കേട്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് പ്രഭയെ പറയണേ, നന്ദനെ കാണാനില്ല എന്നോ, നന്ദൻ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഒന്നും അറിയില്ല ചന്ദ്രമതി, ഇന്നലെ രാത്രി അവൻ ഉറങ്ങാനായിട്ട് പോയതാ, രാവിലെ ഞാൻ കോഫി ആയിട്ട് ചെന്നപ്പം റൂമിൽ നന്ദനില്ല, അപ്പോൾ അവൻ എവിടെ പോകാമെന്നൊന്നും ആരോടും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പം ഇല്ല ചന്ദ്രമതി ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ സ്റ്റേഷനിൽ ഹാജരാവാൻ പേടിയായിട്ട് എങ്ങോട്ടെങ്കിലും മാറിയതാണോ എന്ന് ചോദിക്കുമ്പം ഇല്ല ചന്ദ്രമതി അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അഥവാ അങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ തന്നെ എന്നോട് പറയും, എന്നോട് പറയാതെ അവൻ എങ്ങോട്ടും പോകില്ല, അതുമാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് തീരുമാനിച്ചതും നന്ദൻ തന്നെ, അതുകൊണ്ട് അവൻ അങ്ങനെ ഒളിച്ചോടി പോകുമൊന്നുമില്ല, ഇതെന്തോ ആപത്ത് സംഭവിച്ചേക്കണേ. അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ ആപത്ത് സംഭവിച്ചു എന്നാ പ്രഭ പറയണേന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല ചുറ്റിനും ശത്രുക്കളല്ലേ, മകൻ നഷ്ടപ്പെട്ടു പോയാൽ അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാവുമല്ലോ, അരുന്ധതിക്ക് സ്വന്തം മകനല്ലേ നഷ്ടപ്പെട്ടത്, മകനെ കൊന്നയാളെ വെറുതെ വിടണ്ടെന്ന് അരുന്ധതി തീരുമാനിച്ചാലോ. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് അരുന്ധതി എന്തിനാ നന്ദനെ ഉപദ്രവിക്കുന്നത്, നന്ദൻ നേരിട്ട് സ്റ്റേഷനിൽ പോയി കുറ്റമൊക്കെ ഏൽക്കാനിരുന്നതല്ലേ, അതോടുകൂടി ആ പ്രശ്നം തീരൂലേ എന്ന് ചോദിക്കുമ്പം അത് നമുക്ക് തോന്നണല്ലേ, അരുന്ധതിക്ക് മകനില്ലാണ്ടായതിൻ്റെ വേദന അരുന്ധതിക്കല്ലേ അറിയുള്ളൂ, എന്തായാലും ഒരു മകൻ നഷ്ടപ്പെടുന്ന അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് പ്രഭ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പം നന്ദൻ എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് തന്നെ
എനിക്ക് തോന്നണേന്ന് പറയണു. അന്നേരം ചന്ദ്രമതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല, അധികം വൈകാതെ തന്നെ നന്ദൻ തിരിച്ചു വരുമെന്ന് പറയുമ്പം എന്നിട്ട് എന്തിയ ചന്ദ്രമതി, നന്ദനെക്കുറിച്ച് ഇതുവരെയും ഒരറിവുമില്ല, രാവിലെ തന്നെ പോലീസ് വന്ന് തെളിവെടുപ്പൊക്കെ കഴിഞ്ഞു പോയി, ഇതുവരെയും ഒരറിവും കിട്ടിയിട്ടില്ല എന്ന്. ആ സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ ഈ പ്രഭാവതിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കാമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബെല്ലേനെയും കെവിനെയാണ്. ഇസബെല്ലയും കെവിനും ഇനി നന്ദനെ ആരായിരിക്കും തട്ടിക്കൊണ്ട് പോയെന്ന് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ DYSP അങ്ങോട്ട് വരുന്നുണ്ട്. DYSPയെ കണ്ടതും ഇസബെല്ല വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പാപ്പ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, നന്ദനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോന്ന് ചോദിക്കുമ്പം ഒരു വിവരവും ഇല്ല, ഞാൻ വിചാരിച്ചിരുന്നത് നീയാ കടത്തിക്കൊണ്ട് വന്നേന്നല്ലേ, ഇതിപ്പോൾ നീയും കടത്തിക്കൊണ്ട് വന്നിട്ടില്ല, ഋഷിയും കൊണ്ടുപോയിട്ടില്ല, പിന്നെ നന്ദൻ ഇത് എവിടെ പോയി, ഇപ്പം എന്നെ ദേവിക വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ എന്തിനാ വിളിച്ചത്, അവൾ എന്നാ പറഞ്ഞ പാപ്പനോടെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, അന്വേഷണത്തിൻ്റെ പുരോഗതി അറിയാൻ വേണ്ടി വിളിച്ചതാ, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തണമെന്നും പറഞ്ഞു. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, എന്നാലും എനിക്കൊരു സംശയം പാപ്പ, ഇതിനു മുമ്പ് ഋഷിയുടെ കേസ് അന്വേഷിക്കാൻ വേണ്ടി ദേവിക പാപ്പനെ ചുമതലപ്പെടുത്തിയായിരുന്നല്ലോ, അന്ന് പാപ്പൻ വേണ്ട രീതിയിൽ അത് അന്വേഷിച്ചില്ല, അതിനൊരു റിസൾട്ടും ദേവികയ്ക്ക് കൊടുത്തില്ല, എന്നിട്ടും ദേവിക ഇതുപോലൊരു കേസ് പാപ്പനെ ഏൽപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചതിയുണ്ടോ എന്ന്. ആ സമയത്ത് കുരുവിള പറയുന്നുണ്ട്, എന്ത് ചതി, ഞാനിവിടുത്തെ DYSP അല്ലേ, അതുകൊണ്ടായിരിക്കും എന്നെ കേസ് അന്വേഷണം ഏൽപ്പിച്ചതെന്ന് പറയുമ്പം അതല്ല പാപ്പ, ഇതുവരെയും ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തരാത്ത ഒരാൾക്ക് വീണ്ടും വീണ്ടും കേസ് അന്വേഷിക്കാനുള്ള അവസരം കൊടുക്കും, അതും സ്വന്തം ഭർത്താവിൻ്റെ കാര്യത്തിൽ, ഇതിലെന്തോ ചതി ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നണേന്ന് പറയുമ്പം കുരുവിള പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങളെ കൂട്ട് ചിന്തിക്കുന്ന ആളൊന്നും അല്ല ദേവിക, അതുകൊണ്ട് തന്നെ ഇതിൽ ചതിയൊന്നുമില്ല, പക്ഷേ വേറെ എവിടെയോ എന്തൊക്കെയോ ചതികൾ നടക്കുന്നുണ്ട്, അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കുടുങ്ങുന്നു. ആ സമയത്ത് ഇസബെല്ല ചോദിക്കുന്നുണ്ട്, പാപ്പൻ എന്താ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുമ്പോൾ നന്ദനെ കടത്തിക്കൊണ്ട് വന്നെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തു, നിങ്ങളത് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ വേറെ ആരോ അത് പ്രാവർത്തികമാക്കി, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നാലെ വേറെ ഏതോ ഒരു ശത്രു ഉണ്ട്, ആ ശത്രുവിനെ നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ആ സമയത്ത് കെവിനും ഇസബെല്ലയും ഭയത്തോടു കൂടി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ എപ്പിസോഡ് കഴിഞ്ഞ് അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും നമ്മളുടെ എസ്തപ്പാൻ രംഗത്തെത്തും. എസ്തപ്പാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസബെല്ലയുടെയും കെവിൻ്റെയും ഋഷിയുടെയും എല്ലാ കള്ളക്കളികളും എസ്തപ്പാൻ തന്നെ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.